the causes. But remember, we were not the senior partner in the alliance, and that RJD also has to look carefully at its own performance. But I will say that on a matter like this, it's very important that we look at the totality of our performance. You know, elections are about a number of factors. There is, of course, the popular mood. There is the question of organizational strengths and weaknesses. There is the question of the messaging. A lot of issues which will have to be looked at and to see what went right, what went wrong. But let's wait for the final results before we make a call. The senior Congress leaders are saying that 6.2 million voters were cut, and also election commission went silent in some places, and 10,000 rupees has been given by the BJP to the women voters, but still the women voters were certainly given some incentives just before the code of conduct. Whether we like it or not, unfortunately, that is legal under our laws. It's from the day of the announcement of the elections that you can no longer do that. I'm afraid this is not the first time that we have seen state governments doing such things of giving benefits to certain segments of society. So this is not, unfortunately, unusual. I can't say it's a healthy practice. I don't think it's a healthy practice. But we saw something quite similar in Maharashtra as well, and we've seen it in other states in the past. There is a tendency to give some of these rewards just before an election. And we have to look at whether such things are reasonable. At the same time, we can't stop governments from doing their job until the election is the model code of conduct comes into force. So it's not easy to find a simple solution. But anyway, let's analyze the results in detail. I think that ultimately those who were directly involved in the campaign, I unfortunately wasn't there and I wasn't invited to campaign in Bihar, so I can't tell you much myself from personal experience. All I can say is those who were involved will certainly study it, I'm sure, in greater depth. Shashi Tharoorinte പ്രതികരണമാണ് വന്നത്. കോൺഗ്രസ് ഇനി അങ്ങോട്ട് നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയായിരിക്കും എന്നതിന്റെ സൂചനകൾ കൂടി വരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നില്ല തരൂർ. ഫലം പൂർണ്ണമായും വരട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. മറ്റ് സാഹചര്യങ്ങൾ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഒരുപക്ഷെ പൂർണ്ണമായ ഫലം വന്നതിന് ശേഷമായിരിക്കും. ഇതിനോടകം തന്നെ നിരവധി തവണ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങളും നിലപാടുകളും ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കുടുംബാധിപത്യത്തിനെതിരെ ഏറ്റവും ഒടുവിൽ വന്ന ലേഖനം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി പരാജയമെന്ന് തെളിയുന്ന ഘട്ടത്തിൽ ഇനി അത്തരം വാദങ്ങൾക്ക് കോൺഗ്രസിൽ കൂടുതൽ ആധിപത്യം ലഭിക്കുമോ എന്നത് നമ്മൾ കാത്തിരുന്നു. കാരണം തരൂരിന്റെ തന്നെയുള്ള പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസം ശശി തരൂർ തന്നെ നടത്തിയ സുപ്രധാനമായ ഒരു പ്രതികരണം എന്നത് കോൺഗ്രസ് കൂടുതൽ ഇടത് സ്വഭാവത്തിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു. ആ ഒരു ഇടത് സ്വഭാവത്തിലേക്ക് പോകുന്നത് ഒരു തരത്തിൽ അപകടകരമാണ് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ഇതേ ശശി തരൂർ തന്നെ പ്രതികരണം നടത്തിയതാണ്. BJPയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ആ ഇടത് സ്വഭാവത്തിലേക്ക് പോകുന്നത്. പക്ഷേ കോൺഗ്രസ് വലത് സമീപനം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ആ വലത് വ്യതിയാനത്തിൽ നിന്ന് പോകുമ്പോൾ അത് തകർച്ചയിലേക്ക് എന്നുകൂടി ശശി തരൂർ പറഞ്ഞു വെച്ചിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി കടുപ്പിച്ചൊരു പ്രതികരണം ശശി തരൂരിൽ നിന്ന് ഇന്ന് അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ട്രെൻഡ് മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ബിഹാർ എന്ന് പറയുന്ന വലിയ സ്റ്റേറ്റിൽ ഫലം വരാൻ കുറച്ച് മണിക്കൂറുകൾ കൂടി നമ്മൾ കാത്തിരുന്നേ വരും. എടുത്തു പറയേണ്ടത് ശശി തരൂർ, അതായത് കോൺഗ്രസ് ഇടത് സ്വഭാവത്തിലേക്ക് പോകുന്നത് അപകടകരമാണ് എന്ന് പറയുമ്പോൾ ഇതാ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇടത് പാർട്ടികളെക്കാൾ പിന്നിലായിരിക്കുന്നു കോൺഗ്രസ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ബീഹാറിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നത് CPIML ആണ്, CPIML എന്നതാണ്. അതിനുശേഷം CPIക്കാണ് കൂടുതൽ പേരുൾപ്പുള്ളത്. അതിനും പിന്നിലാണ് CPIM എന്നത് ബീഹാറിൽ. അവിടെ CPIML ഇപ്പോൾ 7 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. കോൺഗ്രസ് ആകട്ടെ 5 എന്ന നിലയിലേക്ക് തകർന്നടിയുന്നു. അതായത് ബീഹാറിൽ 2 അക്കം കടക്കാൻ പോലും ബീഹാറിന്റെ ഭരണത്തിൽ 90കൾ വരെ നിയന്ത്രണം നടത്തിയിരുന്ന, അധികാരത്തെ നിശ്ചയിച്ചിരുന്ന കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 2 അക്കം തികയ്ക്കാനാകാതെ കിതയ്ക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത് എന്നത് മാത്രമല്ല CPIML-നേക്കാൾ പിന്നിലേക്ക് പോകുന്നു. 5 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയി കോൺഗ്രസ് എന്നതാണ്. 5 സീറ്റുകളിലേക്ക്, അതായത് മാത്രമാണ്.
അന്തിമ ഫലം വരുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി ഇതിലും ദയനീയമാകുമോ എന്നുകൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും പട്നയിൽ JDU ഓഫീസിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം ഇപ്പോൾ നടക്കുകയാണ്. JDU ഓഫീസിൽ പ്രവർത്തകർ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമൊക്കെ വലിയ രീതിയിൽ ആഹ്ലാദം പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് BJP നേതാവ് അനിൽ രാജ്ഭറിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം വരികയാണ്. നോക്കൂ, NDA മുന്നണിയിൽ എല്ലാ ഘടകകക്ഷികൾക്കും അവരുടെ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. ഇത് മുന്നണിക്ക് കിട്ടിയ അംഗീകാരം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഈ ലീഡ് നിലയെ അവർ കാണുന്നത്. ഇത് മുന്നണിയുടെ അംഗീകാരമാണ്. എന്നുവെച്ചാൽ ഇതിന്റെ നേട്ടം നിതീഷ് ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ട, ഇത് മുന്നണിക്ക് ആകെയുണ്ട്. മറ്റുള്ള എല്ലാ പാർട്ടികൾക്കും നില മെച്ചപ്പെടുത്താനായിട്ടുണ്ട് എന്ന നിലയിൽ മുന്നണിയുടെ ഉത്തരവാദിത്വവും മുന്നണിയുടെ നേട്ടവുമായി ഇപ്പോഴത്തെ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സൂചനകളെ മാറ്റാനാണ് NDA BJP നേതാക്കൾ ശ്രമിക്കുന്നത്. ഇപ്പോഴും 4-3 ഭൂരിപക്ഷത്തോടു കൂടിയാണ് BJPയും JDUവും നേതൃത്വം നൽകുന്ന NDA സഖ്യം മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 180-ലധികം സീറ്റുകൾ ലഭിച്ചാൽ തന്നെ 182-183 സീറ്റുകൾ ലഭിച്ചാൽ തന്നെ അതിന് നമുക്ക് 4-3 ഭൂരിപക്ഷമെന്ന് വളരെ കൃത്യമായി പറയാം. അവിടെയാണ് 192 സീറ്റുകളിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയോ വിജയിക്കുകയോ ചെയ്യാൻ തയ്യാറെടുക്കുന്നത് NDA സഖ്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. 243 നിയമസഭാ സീറ്റുകളുള്ള ബീഹാറിലാണ് 192 സീറ്റുകളിൽ ഇപ്പോൾ NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. മറുഭാഗത്ത് RJDക്ക് കേവലം 34 സീറ്റുകളിലേക്ക് അവരുടെ വിജയ ശരാശരി, അതായത് വിജയമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല, പക്ഷേ ലീഡോ വിജയത്തിലേക്കോ എന്ന നിലയിലേക്കുള്ള സാഹചര്യം 47 സീറ്റുകളിലേക്ക് മഹാഗഡ്ബന്ധൻ ചുരുങ്ങിപ്പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. മഹാഗഡ്ബന്ധനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം എന്നത് ഇപ്പോൾ RJDക്ക് തന്നെയാണ്. 74 സീറ്റുകളിലായിരുന്നു 2020-ലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു നിന്നത്, 75 സീറ്റുകളിലായിരുന്നു. അങ്ങനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്ന RJD 34 സീറ്റുകളിലേക്ക് ഇപ്പോൾ ANI ഒരു JDU ലീഡർ മനീഷ് വർമ്മയുടെ പ്രതികരണം പുറത്തുവിടുകയാണ്. നിതീഷ് കുമാർ വിൽ ബി ദ നെക്സ്റ്റ് CM ഫേസ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. JDU മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ തുടങ്ങിയിരിക്കുന്നു. മറിച്ചൊരു ചിന്തയിലേക്ക് BJP നീങ്ങേണ്ടതില്ല എന്നതിന്റെ സൂചനകൾ JDU നേതാക്കൾ നൽകുന്നു. മനീഷ് വർമ്മയാണ്, നിതീഷ് കുമാർ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം നടത്തുന്നത്. വലിയ തർക്കമൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നമുക്ക് തന്നെ, അതായത് CNN ന്യൂസ് 18 ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായി അമിത്ഷാ പറഞ്ഞിരുന്നു അടുത്ത മുഖ്യമന്ത്രി എന്നത് നിതീഷ് കുമാറാണ് എന്ന്. അമിത്ഷാ തന്നെയാണ് ചർച്ച തുടങ്ങി വെച്ചത്. അമിത്ഷാ തന്നെയാണ് ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ മൗനം പാലിച്ച് റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഈ ചർച്ച സജീവമാക്കി നിർത്തിയത് അമിത്ഷായാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ ഘട്ടത്തിലായിരുന്നു. അത് ഞാൻ പ്രേക്ഷകരോട് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ നിതീഷ് കുമാർ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല, പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി നിതീഷ് കുമാറിനെ അലട്ടുന്നുണ്ടോ, 74-കാരനായ നിതീഷ് കുമാറിനെ ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് അധികാര ചക്രത്തെ തിരിക്കാൻ സാധിക്കുമോ എന്ന സംശയമൊക്കെ നിലനിന്നിരുന്ന സാഹചര്യമാണ്. പക്ഷേ പിന്നീട് റിയൽ ക്യാപ്റ്റനെയാണ് നമ്മൾ ബീഹാറിൽ കണ്ടത്.